ബഹുമാനങ്ങളെയും വിശ്വാസ സമൂഹത്തെയും നിങ്ങൾക്കെൻ്റെ സ്നേഹ വന്ദനം. മലങ്കര മാർത്തോമാ സഭയുടെ സുവിശേഷ സംഘത്തിൽ ഏതാണ്ട് 32 വർഷക്കാലം ഒരു സുവിശേഷനായിട്ട് പ്രവർത്തിച്ചതാണ് പ്രിയപ്പെട്ട സിസാർ. അതോടൊപ്പം തന്നെ ഇടവകയുടെ എല്ലാ കാര്യങ്ങളിലും വൈസ് പ്രസിഡന്റായിട്ട് അനുഷ്ഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം മണ്ഡലം മെമ്പർ കൂടി ആയിരുന്ന സമയത്താണ് അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് വേർപെടുന്നത്. ഈ ഇടവകയുടെ എല്ലാവിധ പ്രവർത്തനങ്ങളും പ്രത്യേകിച്ച് പറയാൻ വികസനം പോയാൽ ക്രിസ്മസ് ഡോക്ടറോട് സെൻട്രൽ മീറ്റിങ്ങുകളിൽ എല്ലാ പ്രോഗ്രാമിലും 100% ആത്മാർത്ഥത്തോടെ ഈ ഇടവകയിൽ സേവനമനുഷ്ഠിച്ചാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന. ക്രിസ്മസ് ഡോക്ടറോടൊക്കെ പോകുമ്പോൾ വൈകിട്ട് അദ്ദേഹം എടുക്കുന്ന ആ കമ്പാറ് നേരം വെളുത്താതെ നടത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ പ്രാർത്ഥനാ കൂട്ടങ്ങളിലും അദ്ദേഹത്തിൻ്റെ സേവനം നമ്മൾ അനുഭവിച്ചിട്ടുള്ളതാണ്. ഒരു പ്രാർത്ഥനയോ ഒരു പ്രസൻസോ അനുഭവിക്കാത്ത ഒരു കുടുംബവും ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രവർത്തനങ്ങൾ അതുപോലെ. പക്ഷേ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയത്തില്ല. PSH സാറിനെ ഹോസ്പിറ്റലിൽ മോയിൻമെൻ്റ് അസംബ്ലി അഡ്മിറ്റായപ്പോൾ ഒരു വ്യക്തി പറഞ്ഞു ചെയ്ത പാപത്തിൻ്റെ അനുഭവിക്കുകയാണെന്ന് പറഞ്ഞു. ഈ പ്രാവശ്യം ഇത് പറയാൻ അർഹതയുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. എൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞതാണ്. നമ്മൾ ഓരോ ദിവസത്തെ നമ്മുടെ ന്യൂസ് പേപ്പറുകളിലൊക്കെ നോക്കുമ്പോൾ ഓരോ ദിവസം നടക്കുന്ന മരണങ്ങൾ നമ്മളെ പേടിപ്പെടുത്തുന്ന എനിക്കുള്ളതാണ്. അപ്പോൾ ഇനി അഥവാ അദ്ദേഹം ചെയ്ത പാപത്തിൻ്റെ ആണെങ്കിലും അതിൽ നിന്ന് അദ്ദേഹത്തിന് മോചനം കൊടുക്കുവാൻ ദൈവം 3 മാസം സമയം കൊടുത്തെന്ന് മാത്രമേ ഞാൻ വിശ്വസിക്കുന്നു. നമുക്കെല്ലാം ഒരു പ്രത്യേക വ്യത്യാസമുള്ളത് ഈ ലോകത്തിൽ ഏത് സമയത്തും നമ്മൾ വേർപെട്ട് പോകുന്നവരാണ്. അത് ആരായാലും അത് ഇന്നോ അടുത്ത നിമിഷമായിരിക്കും. അപ്പോൾ ഓരോ മരണവും നമ്മളെ കാണിക്കുന്നത് നമുക്കുള്ള ഒരു മെസ്സേജ് മാത്രമാണ്. നമ്മളെ പണ്ട് ഈ സ്വർഗത്തിലെ പറ്റിയിട്ടുള്ളതായിരുന്നു. ഇന്ന് ഞാൻ നാളെ ഇന്ന് സംസാരമാണെങ്കിൽ നാളെ നമ്മളൊക്കെ ആയിട്ട് ആകുന്നതിന് യാതൊരില്ലാത്ത കാര്യമാണ്. സംസാരത്തെ പ്രവർത്തനങ്ങൾ ഇവിടെ നിന്ന് തീരാവുന്നതല്ല, അതിലപ്പുറമുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഓരോ അവസ്ഥകൾ വരുമ്പോൾ ദൈവത്തിൽ കൂടുതൽ ശക്തപ്പെട്ട് ജീവിക്കുവാൻ കുടുംബങ്ങൾക്ക് സഹായിക്കട്ടെ, സഹിക്കാനുള്ള പ്രാപ്തി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇങ്ങോട്ടുള്ള എല്ലാ ശുശ്രൂഷകളും ദൈവത്തിൻ്റെ കൂടെ ഇങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ഇനി ഇവിടുന്ന് രാജ്യത്ത് പോകണം, അവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞ് നാട്ടിൽ കൊണ്ടുപോകണം. നാട്ടിലെ ശുശ്രൂഷകളൊക്കെ ദൈവമോ വ്യാപിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ മാർത്തോമായുടെയും എൻ്റെ വ്യക്തിപരമായ കുടുംബമായിട്ടുള്ള അനുശോചനവും ഈ സമയത്ത് സൈസാറിനെ കുടുംബത്തെ അറിയിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കുള്ള പ്രത്യാശ കർത്താവ് വീണ്ടും വരുന്ന ആ സമയത്ത് ക്രിസ്തുവിൽ ഭരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നുള്ള വിശ്വാസം നമ്മളെല്ലാം ജീവിക്കാൻ സഹായിക്കണം. ദാനിയേലെ ഈ പോയിട്ടുള്ള കാലാവസ്ഥാനത്തിൽ ഈ യോഗ്യത പ്രാപിക്കാൻ എഴുന്നേറ്റ് വരുമെന്നുള്ള വലിയൊരു പ്രത്യാശമാണ്. നമ്മുടെ പ്രിയപ്പെട്ട സാറിന് യാത്ര അയക്കാം. കുടുംബത്തിൽ വൃത്തിയായിട്ടില്ല എല്ലാം ദൈവിക സമ്മാനങ്ങൾ നൽകി പ്രാർത്ഥിക്കുകയും അനുശോചനം അറിയിച്ചുകൊണ്ട് ഞാൻ വാർത്ത